നമ്മൾ നേരത്തെ തന്നെ ഈ അമീബിക് മസ്തിഷ്കജ്വരം കണ്ടെത്തിയ നേരം തൊട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ തലച്ചോറിനകത്ത് ചെന്ന് ദോഷകരമായി പ്രവർത്തിക്കുന്ന ഒരു അണുവാണ്. അത് തലച്ചോറിനകത്ത് എത്തുന്നത് നമ്മുടെ മൂക്കിന്റെ അകത്ത് ഏറ്റവും മോൾ വശത്ത് വളരെ നേർത്ത ഒരു എല്ലുപോലത്തൊരു ഭാഗമുണ്ട്. അവിടുന്നാണ് അതിന് ഡാമേജ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൽ കൂടെയാണ് ഇതിന് മുകളിലോട്ട് പോകാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ നമ്മൾ വെള്ളത്തിൽ കുളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിലൊരു ബക്കറ്റിൽ വെള്ളം എടുത്ത് കുളിക്കുകയോ അല്ല വെള്ളം കുടിക്കുകയോ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ഈ വെള്ളം എത്തുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി ശരീരസ്രവങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ നമ്മൾ ഡൈവ് ചെയ്യുക, വെള്ളത്തിനകത്തോട്ട് ഡൈവ് ചെയ്യുക, നീന്തുക, അല്ലെങ്കിൽ മൂക്കിനകത്ത് അറിഞ്ഞുകൊണ്ട് വെള്ളം മൂക്കിൽ കൂടെ വലിച്ച് തൊണ്ടയിൽ കൂടെ കളയുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ വെള്ളം ഈ ഭാഗത്തെത്തുന്നത്. അപ്പോൾ അവിടെ എത്തുന്ന വെള്ളത്തിനകത്ത് ബൈ ചാൻസ് ഈ അമീബുകൾ ഉള്ള ഒരു സോഴ്സിൽ നിന്നാണ് ആ വെള്ളം വരുന്നത്, അല്ലെ കണ്ടാമിനേറ്റഡ് വെള്ളത്തിനകത്താണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ മാത്രമാണ്. എന്നാൽ പോലും എത്രയോ ആൾക്കാർ നീന്തുന്നുണ്ട്, അവർക്കൊന്നും വരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഈ തലച്ചോറിലേക്ക് കയറുന്ന ഭാഗത്തുള്ള എല്ല് ചെറിയ അതിസൂക്ഷ്മമായ സുഷിരങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് അവരുടെ സ്വാഭാവിക പ്രതിരോധ ശക്തി ഏതെങ്കിലും കാരണത്താൽ കുറഞ്ഞിരിക്കുന്ന നേരത്താണെങ്കിലോ അങ്ങനെയൊക്കെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിലാണ് സാധാരണ ഉണ്ടാകാൻ ചാൻസ്. ഇപ്പോൾ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് തട്ടിയോണ്ട് മാത്രം വരണമെന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും പേര് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നെങ്കിലും ഇപ്പോഴും നമ്മൾ ഒരു കോമൺ എന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴും അപൂർവമായി കാണുന്ന രോഗം തന്നെ ഇപ്പോഴും നമുക്ക് അതിനെ വിലയിരുത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഉള്ള പ്രിക്കോഷൻസ് ആണ് ജനങ്ങൾക്ക് ഓർക്കേണ്ടത്. അല്ലാതെ വ്യാപകമായിട്ട് ആശങ്കയോ അല്ലെങ്കിൽ ഒരു വെപ്രാളമോ ഭീതിയോ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇത് ഉണ്ടാക്കാൻ ചാൻസ് കൂടിയിരിക്കുന്ന ആക്ടിവിറ്റീസ് മാത്രം ജനങ്ങൾ ഒഴിവാക്കണം. എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷന് വേണ്ടിയോ റിക്രിയേഷന് വേണ്ടിയോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റിന് വേണ്ടി ഇങ്ങനത്തെ ഷാലോ ആയിട്ട് വെയിൽ കൊണ്ട് കായാവുന്ന സ്ഥലത്ത്, അതും അടിയിൽ സിൽറ്റ് അല്ലെങ്കിൽ ആ സൂക്ഷ്മമായിട്ടുള്ള ചെളിയുള്ള തരം കുളങ്ങളിലൊക്കെ നീന്തുക, ഡൈവ് ചെയ്യുക, അതിനകത്തോട്ട് ചാടുക, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം. പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ ഒരു എക്സ്ട്രാ സൂക്ഷിപ്പിന് വേണ്ടി പറയുന്നതാണ് ഈവൻ വീടുകളിൽ പോലും അണ്ടർഗ്രൗണ്ട് സമ്പുകളും ഓവർ ഹെഡ് ടാങ്കുകളും ഒക്കെ ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് ഓവർ ഹെഡ് ടാങ്ക് ആകുമ്പോൾ അത് പീരിയോഡിക്കായി ചൂടാകുക, വെയിലത്ത് പിന്നെ തണുക്കുക, പിറ്റേന്ന് പിന്നെയും ചൂടാകുക. അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ക്ലീൻ ചെയ്തിട്ടുള്ള സിൽറ്റ് കാണും. അപ്പോൾ ഈ വരുന്ന സോഴ്സിനകത്ത് വെള്ളം അമീബകൾ ഉണ്ടെങ്കിൽ ഇതിനകത്തും വളരാം എന്നൊരു അനുമാനത്തിലാണ് നമ്മൾ പൊതു ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ക്ലോറിനേഷൻ. അപ്പോൾ നമ്മൾ 2.5 grams ക്ലോറിൻ 1000 ലിറ്ററിന് ആ രീതിയിലുള്ള ഒരു ക്ലോറിനേഷൻ ഹെൽത്ത് വർക്കേഴ്സിന്റെ ഗൈഡൻസ് നമ്മൾ എല്ലാ സ്ഥലത്തും ആരോഗ്യ കേന്ദ്രങ്ങൾ നമുക്കുണ്ട്, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും നമ്മുടെ വീടിന്റെ എല്ലാം പരിസരത്തുണ്ട്. അവിടെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഉണ്ട്. അപ്പോൾ അവരുടെ ഗൈഡൻസോടുകൂടി ഏത് ഒരു ഹൗസ് ഹോൾഡറിനും അവരുടെ വീട്ടിലെ ഈ വാട്ടർ സോഴ്സ് ക്ലീൻ ആക്കുന്നതിനെ പറ്റി നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിനെ സൂക്ഷിപ്പ് പറയുന്നത്. ഡോക്ടർ, അതേപോലെ തന്നെ ഈ ക്ലോറിനേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്തെ ഈ ടാങ്കുകളുടെ കാര്യം പലരും വിട്ടുപോകാറുണ്ട്. നമുക്കറിയാം ഈ വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യുന്ന ടാങ്കുകൾ പലപ്പോഴും മലിനമായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതടക്കം വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയല്ലേ? അതെ അതെ, അത് നമ്മൾ എപ്പോഴും ഒരു ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോഴാണല്ലോ നമ്മൾ ചില കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആ വിധത്തിൽ എടുത്താൽ മതി. ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു, അപ്പൊ ആ പശ്ചാത്തലത്തിൽ നമ്മൾ ഇങ്ങനത്തെ ടാങ്കും സ്റ്റോറേജ് സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതൊന്നല്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും പിന്നെ വരാനിരിക്കുന്ന ഏതെങ്കിലും അസുഖങ്ങളെയും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഒന്നുമില്ല, ഒരു ഫിസിക്കൽ ക്ലീനിങ്ങെങ്കിലും അവിടെ നടക്കും. ചിലപ്പോൾ ആ വെള്ളത്തിൽ അമീബ എന്നുള്ള ഏരിയ ആയിരിക്കത്തില്ല, എന്നാലും ഒരു ഫിസിക്കൽ ക്ലീനിങ് നടന്നാൽ ആ വീട്ടിൽ യൂസ് ചെയ്യുന്ന വെള്ളത്തിന്റെ വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്ലീനിങ് പറയുന്നത്. ഇപ്പൊ കുടിക്കുന്ന വെള്ളമോ കഴിക്കുന്ന ആഹാരം നല്ല ഇത് വരുന്നെന്ന് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവരും ഓർക്കണം. അങ്ങനെ ഒരു സോഴ്സ് അല്ല ഇതിന് പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.